ഈ ഒരു വീഡിയോ നമ്മൾ സൺഡേയിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് സന്തോഷം തോന്നുന്നൊരു ദിവസം തന്നെ ആണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേർക്ക് ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊന്നും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. പിന്നെ ഇന്ന് എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊണൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി സാമ്പാർ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതാട്ടോ കൊടുക്കുന്നത്. രാവിലെ ഞാനൊരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ അതിന് മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് രാവിലെ പിന്നെ അത് കുക്കറിനകത്തിട്ട് വേവിച്ച് എല്ലാം സെറ്റാക്കി പിന്നെ കലത്തിനകത്താണ് എടുത്തത്. കാരണം നമുക്ക് വലിയ പാത്രങ്ങളില്ല. അന്നേരം ഒരു അത്യാവശ്യം വലിയൊരു കലത്തിനകത്താണ് സാമ്പാറാക്കി വെച്ചത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് സാമ്പാറൊക്കെ വെന്തിരിക്കുകയായിരുന്നു. ഇഡ്ഡലിക്കുള്ളതെല്ലാം അമ്മ മാവ് ഒഴിച്ച് അടുപ്പത്തും ആക്കിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നീട് ഞാനും പോയി കിടന്നു. അമ്മ പറഞ്ഞു പോയി കിടന്നു, ഞാൻ സമയം അമ്മ വിളിക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഫുഡൊക്കെ പൊതിഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ കുറേയൊക്കെ പൊതിഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് എടുത്ത് വെക്കുകയൊക്കെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി റെഡി ആയിട്ട് ഫുഡ് ഞങ്ങൾ കൊണ്ടുപോകാനുള്ളതെല്ലാം കൂടെ എടുത്ത് 2 കവറിനകത്താക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് നടന്ന് ഈ ചെറിയ കവറിനകത്താക്കി വെച്ചിരുന്ന എടുത്തങ്ങ് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കവറിനകത്താക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ സഞ്ചി പോലത്തെ ഒരു കവറാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് മരുന്നുകളൊക്കെ കഴിക്കാനുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനും കുഞ്ഞനും കൂടെ പിന്നെ കഴിച്ചു, അമ്മയും കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് കുഞ്ഞിനന്നേരം എന്തോ വീഡിയോസ് എന്തോ എഡിറ്റ് ചെയ്യോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഞ്ഞിനുള്ളത് ഞാൻ വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്കൊക്കെ മറ്റേ ഈ ഒരു ഘോഷയാത്രയുണ്ടല്ലോ, ഇവിടുത്തെ ശിവഗിരിയിലോട്ടുള്ളതിൻ്റെ തീർത്ഥാടനം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് വീഡിയോസ് ഞാനൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒന്നും. അപ്പോൾ പള്ളിയുടെ അടുത്തായിരുന്നു നമ്മൾ പോയിരുന്നത്. അങ്ങനെ കൈയ്യട്ടി യേശുവിൻ്റെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ചിക്കൻ കടയിൽ കയറി നമുക്ക് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ചിക്കനും മേടിച്ചു. പിന്നെ വരുന്ന വഴിക്ക് കരിക്ക് ഞങ്ങൾ 3 വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് കുടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഒരു കാര്യം, ഒരുപാട് പേരും വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. റിപ്ലൈ തരുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് കമൻറ്റ്സിനും മെസ്സേജിനും റിപ്ലൈ തരാഞ്ഞ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് മുന്നേ ഒരു കമൻറ്റ്സ് ജസ്റ്റ് ഒരു ഇമോജി ഇട്ടാൽ പോലും ഞാൻ അതിന് റിപ്ലൈ തന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലായിരിക്കത്തില്ല ആ കമൻസിന് റിപ്ലൈ തരാത്തത്. ഞാൻ ഒരാൾക്ക് ഇട്ടിട്ട് അടുത്താൾക്ക് ഇടാതിരിക്കുവാണെങ്കിൽ ശരി, ഇത് ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. എനിക്ക് മെസ്സേജിന് പോലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഫോൺ യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. നല്ല തലവേദനയാണ്, മൈഗ്രീൻ്റെ പ്രശ്നം. മൈഗ്രീൻ ഉള്ളവർക്ക് അത് മനസ്സിലാവും. കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ചെറിയൊരു സൗണ്ട് പോലും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അത് അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാകാവുന്നേ ഉള്ളൂ. ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഫോൺ യൂസ് ചെയ്യാനേ പറ്റത്തില്ല. ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴും ഫോൺ യൂസ് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മൾ സ്ക്രീനകത്തോട് കുറച്ച് നേരം നോക്കിയിരുന്നാൽ മാത്രമേ കമൻറ്റ്സിന് എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഫോണേ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഫോണിൻ്റെ സൗണ്ട് പോലും എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഫോണിൽ അങ്ങനെ ആരോടും സംസാരിക്കാറ് പോലും ഇല്ല. മിക്കപ്പോഴും ഫ്ലൈറ്റ് മോഡിലായിരിക്കും എൻ്റെ ഫോൺ ഇട്ടേക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് പേരെങ്കിലും കയ്യിൽ എൻ്റെ നമ്പർ കാണും. എൻ്റെ നമ്പർ അവരുടെ കയ്യിൽ കാണും. അവർക്കൊക്കെ വിളിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഞാൻ പലരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഫ്ലൈറ്റ് മോഡിലാണ് കൂടുതൽ സമയം ഇട്ടേക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. എനിക്കതെല്ലാവരോടും ഷെയർ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാഞ്ഞത്. എന്ന് പറഞ്ഞ് പറയത്തില്ലെന്നല്ല, പറയാം. പക്ഷെ നമ്മുടെ മനസ്സിനകത്തുള്ളൊരു പ്രയാസം ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആരോടും ഇങ്ങനെ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരയും. എനിക്ക്
ഒട്ടും എനിക്ക് പറ്റത്തില്ല ആ ഒരു സമയത്ത്. മനസ്സൊന്ന് ശാന്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വേദനയും വിഷമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കഴിയുമ്പോൾ മാത്രമേ എനിക്കത് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ ആരോടും സംസാരിക്കുകയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ ബാക്ക് പെയിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു. എനിക്ക് ബാക്ക് പെയിൻ ഇടയ്ക്ക് വെച്ച് വീണ്ടും കൂടി. ബെഡ് റെസ്റ്റ് എടുക്കുമായിരുന്നു. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് കുറേയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് പിന്നെയും എനിക്ക് ബാക്ക് പെയിൻ ആയി. ഇപ്പം കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇന്നലെ കൂടി മരുന്നൊക്കെ ഇട്ട് തിരുമിയിട്ടൊക്കെയാണ് രാത്രിയിൽ കിടന്നത്. കാരണം അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും ആരോടും സംസാരിക്കാനോ, പിന്നെ ഈ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളും ഞാൻ വീഡിയോസ് ഇടുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ അത് പിന്നെ പാടാണ്. അതുകൊണ്ടാണ് വല്ലപ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് തെറി വിളിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് അമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് രാത്രിയിലേക്ക് ഷവർമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. കുറേ നാളായി ഷവർമ്മ കഴിച്ചിട്ട്. അങ്ങനെ പിന്നെ രാത്രിയിലേക്ക് ഷവർമ്മയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ശ്വാസം മുട്ട് പോലെ ഇപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോഴേ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനതുകൊണ്ട് നിർത്തിയാണ് കേട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ അനിയത്തി പ്രസവിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ, കുഞ്ഞ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് കാണാത്തവരായിരിക്കും. ആൺകുഞ്ഞാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. 28 കഴിഞ്ഞിട്ടില്ല. 10-ാം തീയതിയാണ് കേട്ടോ നമുക്ക് കുഞ്ഞിൻ്റെ 28 വരുന്നത്. അപ്പോൾ അന്നത്തേക്കാണ് കുഞ്ഞിൻ്റെ 28. അപ്പം അതിന് പോകണമെന്നൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞു. രാത്രി ആയതുകൊണ്ട് തല നനച്ചില്ല കേട്ടോ. മേല് മാത്രം ഒന്ന് കഴുകിയതേ ഉള്ളൂ. ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രിയിലേക്കാണ് മിക്കപ്പോഴും കുളിക്കാറൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ അവിടേക്ക് ഇരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.